Hallelujah. Lord, we praise you, Father. Hallelujah. 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 Holy Spirit. Now the Lord is the Spirit, and where the Spirit of the Lord is, there is liberty. But we will be all with unveiled face, beholding as in a mirror. Hallelujah. The glory of the Lord are being transformed into the same image from glory to glory, just as by the Spirit of the Lord. ഹാർവസ്റ്റ് ടിവിയിലൂടെ പ്രേയിങ് കേരള പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരും രണ്ട് കരങ്ങളും ഉയർത്തി ഞങ്ങളോടൊപ്പം ഈ പുതിയ പ്രഭാതത്തിൽ ലെറ്റ്സ് ഓൾ വർഷിപ്പ് and sing hallelujah to the name of Jesus. Everyone joining us from different parts of the world, let's sing hallelujah. 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 യേശുവേ അങ്ങേ ആരാധിക്കുന്നു, യേശുവേ അങ്ങേ ആരാധിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ, ഒരു പുതിയ ആഴ്ചയിൽ പുതിയ ദിവസത്തിൽ യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. Thank you, Holy Spirit. Thank you, Jesus. 37-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവർ അസൂയപ്പെടുകയും അരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. എത്ര ശ്രേഷ്ഠമായ ദൈവവചനത്തിന്റെ പാഠങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. സങ്കീർത്തനം 37, Psalm 37 verses 1 through 5. ഒരിക്കൽ കൂടി അത് മലയാളത്തിൽ വായിക്കുമോ? ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവർ അസൂയപ്പെടുകയും അരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. Do not fret. Psalm number 37 verse 1 following. Do not fret because of evildoers, nor be envious of workers of iniquity, for they shall soon be cut down like the grass and wither as the green herb. Trust in the Lord and do good. Dwell in the land and feed on his faithfulness. Delight yourself also in the Lord, and he shall give you the desires of your heart. Verse number 5. Commit your ways to the Lord. Trust also in him, and he shall bring it to pass. He shall bring forth your righteousness as the light, and your justice as the noonday.
Verse number 4, നാലാമത്തെ വാക്യത്തിൽ യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകി തരും. Delight yourself in the Lord, and He shall give you the desires of your heart. Commit your ways to the Lord. Trust also in Him, and He shall bring it to pass. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ അടുത്ത മിനിറ്റുകളിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ. കർത്താവേ, യേശുവേ, അങ്ങയുടെ വഴിയിലേക്ക്, അങ്ങയുടെ പാതയിൽ, യേശുവെ അങ്ങിൽ മാത്രം വിശ്വസിച്ച് ജീവിതത്തെ പൂർണ്ണമായി അർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദം ഉയർത്തി എല്ലാവർക്കായി പ്രാർത്ഥിച്ചാട്ട്. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, വീണ്ടും ഒരു പുതിയൊരാഴ്ചയിലേക്ക് അങ്ങ് ഞങ്ങൾ പ്രവേശിപ്പിച്ചതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ ബലത്തോടും ആരോഗ്യത്തോടും കൂടെ തന്നെ കർത്താവ് ഈ ആഴ്ച മുമ്പോട്ട് പോകുവാൻ, വിജയകരമായി മുൻപോട്ട് പോകുവാൻ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. കർത്താവ്, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒന്നിച്ച് വചനം ധ്യാനിക്കുമ്പോൾ അങ്ങയുടെ വചനത്തിൻ്റെ ആഴമായ വെളിപ്പാടുകളിലേക്ക് ഞങ്ങളെ നയിച്ചാട്ടെ. ദൈവവചനത്തിൻ്റെ ശക്തി ഞങ്ങളിൽ ഓരോരുത്തരിലേക്ക് അങ്ങ് പകർന്നാട്ടെ. ആ വചനത്തിൻ്റെ ശക്തിയോടുകൂടി ജീവിപ്പാൻ കർത്താവ് നീ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞതിൻ്റെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപയ്ക്കുള്ള ഓരോരുത്തരെയും പൊതിഞ്ഞ് പരിപാലിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Commit your ways to the Lord. Delight also in the Lord. രണ്ട് കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ വഴികൾ യഹോവയിൽ തന്നെ അർപ്പിക്കുക. രണ്ട്, ഡിലൈറ്റ് യുവർസെൽഫ്, ദൈവത്തിൽ തന്നെ പ്രമോദം കണ്ടെത്തുക, ആനന്ദം യേശുവിൽ തന്നെ കണ്ടെത്തുക. വാട്ട് ഹാപ്പൻസ്, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിറവേറ്റിത്തരും. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് രണ്ടിലേതെങ്കിലും ഒരു കാര്യം ചെയ്യും. ഒന്നുകിൽ ദൈവത്തിൽ പ്രമോദിക്കും, നമ്മുടെ വഴികളെ യേശുവിൽ അർപ്പിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ വഴികളെ യേശുവിൽ അർപ്പിക്കും, യേശുവിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കുവാൻ നമ്മൾ ഇഷ്ടപ്പെടത്തില്ല. രണ്ട് കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നത്. നമ്പർ 1, ഡിലൈറ്റ് യുവർസെൽഫ്. ലെറ്റ് ജീസസ് ബി ദ ഡ്രീം ഓഫ് അവർ ലൈഫ്. ലെറ്റ് ജീസസ് ഗെറ്റ് സാച്ചുറേറ്റഡ് ഇൻ us. യേശു നമ്മിൽ അലിഞ്ഞു ചേരണം. യേശു നമ്മുടെ ധ്യാനമാകണം. യേശു നമ്മുടെ ജീവനാകണം. അടുത്തത്, നമ്മുടെ വഴികളിലൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാതെ ലെറ്റ്സ് ചൂസ് ദ വേസ് ഓഫ് ദ ലോർഡ്. യേശുവിന്റെ വഴി നമ്മൾ തിരഞ്ഞെടുക്കുക. and commit our ways to the Lord. എപ്പോഴും ജീവിതത്തിൽ യേശുവിന്റെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ, ആ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, ചിലപ്പോൾ അനുകൂലമല്ലാത്ത ചില വിഷയങ്ങൾ തലയുടെ മുമ്പിൽ കയറി വന്നെന്നിരിക്കാം. എങ്കിലും യേശുവിൻ്റെ പാത എന്നും നമുക്ക് അനുഗ്രഹമാണ്. വാട്ട് ഹാപ്പൻസ്, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിറവേറ്റി തരും. ദാറ്റ് മീൻസ് our desires can become the destiny of our life. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഫല്യമാക്കി മാറും. You are born to turn the desires of your heart as the destinies of your life. താങ്കളുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളെ, നല്ല ആഗ്രഹങ്ങളെ താങ്കളുടെ ജീവിതത്തിലൂടെ ദൈവം പൂർത്തീകരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങളാക്കി മാറ്റുവാൻ കഴിയും. 2 കൊരിന്ത്യർ 3-ാം-അധ്യായം 18-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് ഇന്ന് പകൽ വന്നിരിക്കുന്ന 100 കണക്കിന് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. Verse number 17, 2 Corinthians chapter 3, verse 17 and 18. Now the Lord is the Spirit, and where the Spirit of the Lord is, there is liberty. And we all, with unveiled face, beholding us in the mirror, the glory of the Lord, are being transformed into the same image from glory to glory, just as by the Spirit of God. കഴിഞ്ഞ 2 ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു,
the standards God has for his children. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന ആ നിലവാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നമ്പർ 1, we go from strength to strength. നമ്മൾ ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് പോകുന്നു. സങ്കീർത്തനം 84:5 മുതൽ താഴേക്കുള്ള വാക്യങ്ങളിൽ ആ വാക്യം ഉപയോഗിച്ചിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മൾ ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് പോകുന്നു. രണ്ടാമത് റോമാലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ Romans 1:17 we read the second thing, the standard number 2, that we go from faith to faith. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസം. പാസ്റ്റർ രണ്ടും കൂടെ ഒന്നിച്ചൊന്ന് പറയുമോ? ഒന്ന് ബലത്തിൽ നിന്നും ബലത്തിലേക്ക്, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്, വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്. ഇന്ന് നമ്മൾ വായിക്കുന്നത്, പ്ലീസ് ലുക്ക് ഇൻടു യുവർ വേർഡ്, ദൈവവചനത്തിലേക്ക് നോക്കിക്കേ. ചാപ്റ്റർ 3 of 2 Corinthians verse number 18, that we go from glory to glory. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. ഹല്ലേലൂയ. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിൽ. Number 1, we go from strength to strength. Number 2, we go from faith to faith. Number 3, we go from glory to glory. ദൈവം എനിക്കും നിനക്കും യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്ന ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന നിലവാരങ്ങൾ നോക്കിക്കേ. The standard that the Lord has set before us. Number 1, ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, നമ്മൾ ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്. ഓ ഹല്ലേലൂയ. സങ്കീർത്തനം 29:13 നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ബലമില്ലാത്തവർക്ക് ബലം നൽകുന്നു. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ബലമില്ലാത്തവർക്ക് ബലം, ശക്തിയില്ലാത്തവർക്ക് ശക്തി നൽകുന്നു. റോമർ 1:17, റോമാലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവർ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. പാസ്റ്റർ സിനു, ദൈവവചനത്തിന്റെ ഈ പാഠങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ വാക്ക് മഹത്വം എന്നതിന് രണ്ടർത്ഥങ്ങൾ, രണ്ട് മുഖങ്ങളുണ്ട്. There are 2 faces for this word glory in the Bible. Number 1 face is glory shows the blessings of Jesus in one's life. Anything that Jesus has is being shared with his children. യേശുവിനുള്ളതെല്ലാം തൻ്റെ മക്കളുമായി പങ്കിട്ടിരിക്കുന്നു. അത് ബൈബിളിൽ അത് വ്യക്തമാണ്. റോമൻസ് 8:17, റോമർ 8:17 നമ്മൾ വായിക്കുന്നത്, മക്കളെങ്കിലോ അവകാശികൾ. ഹല്ലേലൂയ. ഇനിയും ഒറ്റ ദിവസം പോലും ഈ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കരുത്, യേശുവിൻ്റെ ഭവനത്തിലേക്ക്. റോമർ 8:17, മക്കളെങ്കിൽ അവകാശികളാകുന്നു. അപ്പൊ അവകാശിയാകണമെങ്കിൽ ആദ്യം മകനാകണം. എങ്ങനെ? അതൊന്ന് പറഞ്ഞു തരുമോ? എങ്ങനെയാണ് ഒരുവന് ദൈവമകനാകാൻ പറ്റുന്നത്? യേശുവിനെ കൈക്കൊണ്ട്, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം. ആ വാക്യം ഓർമ്മയുണ്ടോ? യോഹന്നാൻ 1:12. മറക്കല്ലേ, യോഹന്നാൻ 1:12. ഇനി 1 യോഹന്നാൻ 1:7 എഴുതിയിരിക്കുന്നത്, യേശുവിന്റെ രക്തം, ഓ മൈ ഗാഡ്, സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒന്ന് കഴുകാനുള്ള സോപ്പ്, അത് യേശുവിന്റെ രക്തം. പാപത്തിൽ നമ്മൾ ജനിക്കുന്നു, പാപത്തിൽ വളരുന്നു, പാപങ്ങൾ ചെയ്തുകൊണ്ട് തെറ്റുകളിൽ നമ്മൾ മുഴുകി ജീവിക്കുന്നു. നിത്യ നരകത്തിന് നമ്മൾ വിധേയരായി ജീവിക്കുമ്പോൾ അതിൽ നിന്നൊരു പുറത്തേക്ക് വരുവാൻ, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗം യേശുവിൽ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുമ്പോൾ യേശുവിന്റെ ചോരയാൽ കഴുകൽ പ്രാപിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു ജീവിതം ഇതുവരെയും യേശുവിന്റെ ചോരയാൽ കഴുകൽപ്പെടാതെ, യേശുവിൽ വിശ്വസിക്കാത്ത അവസ്ഥയിൽ, യേശുവിന്റെ മകനായി തീരാത്ത, മകളായി തീരാത്ത ഒരവസ്ഥയിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, today is the day that the Lord is willing to cleanse you and make you as his son, as his child. ഇന്ന് താങ്കൾക്ക് വേണ്ടി ദൈവഹൃദയത്തിന് ആഗ്രഹം, യേശുവിന്റെ ചോരയാൽ താങ്കളെ കഴുകി യേശുവിന്റെ മകനാക്കി, മകളാക്കി തീർക്കുവാൻ യേശു ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ അവസരം നമ്മൾ പാഴാക്കുക. Do not miss this opportunity to become the child of Jesus. What should I do? ഞാൻ എന്തതിനു വേണ്ടി ചെയ്യേണ്ട? Only believe in Jesus. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക.
ഇപ്പൊ യേശുവിലുള്ളതെല്ലാം, യേശുവിൽ ആത്മീയ നന്മകളുണ്ട്, യേശുവിൽ ഭൗതിക നന്മകളുണ്ട്, ദൈവിക സമൃദ്ധിയുണ്ട്. ദാരിദ്ര്യത്തിൽ നമ്മൾ ജീവിക്കേണ്ട, കടഭാരത്തിൽ നമ്മൾ നശിക്കേണ്ട, പിശാചിനാൽ അടിമപ്പെട്ട് നശിക്കേണ്ട, അറുക്കുക, മുടിക്കുക, മോഷ്ടിക്കുക, യോഹന്നാൻ 10:10 ആ അവസ്ഥയിൽ ഒന്നും നമ്മൾ ജീവിക്കേണ്ട. പകരം യേശുവിൻ്റെ സമൃദ്ധമായ ജീവൻ നമുക്ക് എപ്പോഴും അനുഭവിച്ച് സമൃദ്ധമായി തന്നെ ജീവിക്കുവാൻ സാധിക്കും. അത് ഒരു മുഖം. Second phase that the word glory reveals is glory means increased level of God's presence and his power. ദൈവത്തിൻ്റെ വർദ്ധിച്ച സാന്നിധ്യവും വർദ്ധിച്ച ശക്തിയും ഉള്ള ഒരു അനുഭവം. മൈ ഗാഡ്, മഹത്വം എന്ന വാക്ക് എവിടെ കണ്ടാലും ഒന്ന് യേശുവിലുള്ളത് എല്ലാം, അത് ആത്മീയ നന്മകൾ, ഭൗതിക നന്മകൾ. രണ്ടാമത്തേത് യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ ശക്തി. ഇത് വർദ്ധിച്ച അളവിൽ ഒരു വ്യക്തിയിൽ ഇറങ്ങി വസിക്കുമ്പോൾ ആ വ്യക്തിയിൽ എല്ലാവരും പറയും, ആ വ്യക്തിയിൽ ശരിക്കും ദൈവമഹത്വം ഉണ്ട് എന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഞാനിത് കൂടുതൽ വിശദീകരിച്ചു കൊള്ളാം. അടുത്ത ദിവസങ്ങൾ ദൈവമഹത്വം വളരെ വിശാലമായ ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും നൂറുകണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അതിനെല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ മഹത്വം, ഇവിടെ മഹത്വം എന്നിറങ്ങി പറയുമ്പോൾ യേശുവിൻ്റെ ആത്മീയ ഭൗതിക നന്മകൾ, യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ ശക്തി. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു, യേശുവിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിയിൽ, ഒരു ദേശത്ത്, ഒരു കുടുംബത്തിൽ, ഒരു വിഷയത്തിൽ ഇറങ്ങുമ്പോൾ നുകങ്ങൾ ഉടയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു, we all go from glory to glory. You are born to go from glory to glory. താങ്കൾ ജനിച്ചിരിക്കുന്നത് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പോകുവാനാണ്. ഇന്ന് പകൽ രണ്ട് കരങ്ങളും ഉയർത്തി ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, whatever happens in the past, കഴിഞ്ഞ നാളുകളിൽ എന്തൊക്കെ സംഭവിച്ചെങ്കിലും, ജീവിതത്തിന്റെ അവസ്ഥ എന്തൊക്കെ ആയിരുന്നെങ്കിലും, ഈ പകൽ അവയെല്ലാം വലിച്ചു ദൂരേക്ക് എറിഞ്ഞിട്ട് യേശുവിൽ ആശ്രയിച്ച് ഒരു പുതിയ പുറപ്പാട് തയ്യാറാകുമ്പോൾ ദൈവം താങ്കൾക്ക് വേണ്ടി ഒരു പുതിയ സ്റ്റാൻഡേർഡ് വയ്ക്കുന്നു. ഒന്ന്, താങ്കൾ ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്. രണ്ട്, വിശ്വാസത്തിൽ വിശ്വാസത്തിലേക്ക്. മൂന്ന്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് താങ്കൾ പോയിക്കൊണ്ടിരിക്കും. നമ്പർ 1, you will go from strength to strength. Number 2, you will go from glory, faith to faith. And number 3, you will go from glory to glory. കരഞ്ഞ് നശിക്കാനുള്ളൊരു ജീവിതമല്ല താങ്കളുടെ ജീവിതം. ഉടഞ്ഞ് നശിക്കാനൊരു ജീവിതമല്ല താങ്കളുടെ ജീവിതം. കൈകാലുകൾ കുഴഞ്ഞ വ്യക്തിയായി ഏതെങ്കിലും അസുഖവും കെടുതികളും പിടിച്ച് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി കിടന്ന് എപ്പോഴെങ്കിലും മരിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും അടക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ അവസാനിക്കാൻ ഒരു ജീവിതമല്ല താങ്കളുടെ ജീവിതം. പ്രശ്നസങ്കീർണമായ ജീവിതത്തിൽ ഇനിയും ജീവിക്കുന്നതിനേക്കാളും നല്ലത് ചാകുന്നതാണെന്ന് പറഞ്ഞ് അല്പം വിഷത്തിൻ്റെയോ ഒരു ട്രെയിനിൻ്റെയോ ഒരു വാഹനത്തിൻ്റെയോ ഒരു മുഴുവൻ കയറിലോ അവസാനിക്കാനുള്ളൊരു ജീവിതമല്ല താങ്കളുടെ ജീവിതം. God wants you to go from glory to glory. യേശു താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് താങ്കൾ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പോകും. എന്നോട് ചേർന്ന് രണ്ട് കരങ്ങളും ഉയർത്തി ഈ 3 വാചകങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ്, കർത്താവേ, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് പോകുവാൻ, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് പോകുവാൻ, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ണുനീരിൽ കുതിർന്ന് നശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, അത് താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ എന്നോട് ചേർന്ന് രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിച്ച്, ലോർഡ്, ഐ വാണ്ട് ടു ഗോ ഫ്രം സ്ട്രെങ്ത് ടു സ്ട്രെങ്ത്, ആൻഡ് ഐ വാണ്ട് ടു ഗോ ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്, ആൻഡ് ഐ വാണ്ട് ടു ഗോ ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. ദാറ്റ് ജീസസ്, the true image of God will be revealed in me. യേശു എന്ന യഥാർത്ഥ ദൈവിക പ്രതിമ എന്നിൽ വെളിപ്പെടുവോളം, that I want to go from glory to glory. Yes, ഈ പകൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ വലിയ സാന്നിധ്യം, ദൈവത്തിന്റെ ആത്മാവിന്റെ അത്യന്ത ശക്തി, യേശുവിന്റെ സാന്നിധ്യത്തിന്റെ വലിയൊരളവ് താങ്കളുടെ ജീവിതത്തിന് മേൽ കർത്താവ് പകരുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ദൈവിക നന്മയാൽ അവരോരോരുത്തരും നിറയപ്പെടട്ടെ.
ഓരോ കുടുംബവും നിറയട്ടെ, ഓരോ ജീവിതം ധന്യമാകട്ടെ. ഈ പകലടുത്ത നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ ആത്മാവിനാൽ ഓരോ ജീവിതത്തിന് മേലുമുള്ള നുകങ്ങൾ ഉടയുന്നത്, ജീവിതങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് വ്യക്തമായി കാണുവാൻ ഇടയാകട്ടെ. മഹത്വം മുഴുവൻ അങ്ങേക്ക്. യേശുവിൻ നാമത്തിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുക. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ജനം പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ സന്നിധി വിശ്വാസത്തോടെ താങ്കൾക്ക് വേണ്ടി നിൽക്കും. യേശുവിന്റെ മഹത്വം അത്ഭുതകരമായി നമുക്ക് കാണാൻ കഴിയും. തലയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു, ഭവനത്തിൽ റെസ്റ്റ് ചെയ്യുന്നു, ഒരു കൈ തളർന്നു പോയി, ശരീരം മുഴുവൻ വേദനയാൽ ഭാരപ്പെടുന്നു. ശ്രീം കുമാർ എന്ന വ്യക്തിയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, പൂർണ്ണ സ്വാതന്ത്ര്യവും പൂർണ്ണ സൗഖ്യവും പൂർണ്ണ വിടുതലും വ്യക്തമായി ഈ ജീവിതത്തിന് മേൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ബേബി കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾക്ക് മാനസിക അസുഖമാണ്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു. കർത്താവെ, മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങെല്ലാം അറിയുന്നല്ലോ പക്ഷേ അവിടെ മാനസിക മണ്ഡലങ്ങൾ കർത്താവെ അങ്ങൊന്ന് സൗഖ്യം കൊടുത്താട്ടെ. പക്ഷേ ഒരു പൂർണ്ണ സൗഖ്യം നിന്റെ മകൾക്ക് നീ കൊടുത്താട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. വിളിച്ചിരിക്കുന്നു, പനിയാൽ ഭാരപ്പെടുന്നു, ദേഹത്ത് വേദന അനുഭവപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ എനിക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക സൗഖ്യത്തിൽ ആ ജീവിതത്തെ നിറയ്ക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ വേദനകൾ മാറട്ടെ കർത്താവേ, പൂർണ്ണ സൗഖ്യം നൽകിയതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. വിജയമ്മ ബാലരാമപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ ശ്രീകുമാറിന് ദുബൈയിലേക്കുള്ള വിസ കിട്ടി, പക്ഷേ പോകാനുള്ള പണം ശരിയായിട്ടില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം കർത്താവെ. ആ കുടുംബത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദുബൈയിലേക്ക് പോകാൻ കർത്താവെ തയ്യാറെടുക്കുന്നില്ല കർത്താവെ. അതിനുള്ള സാമ്പത്തിക കാര്യങ്ങൾ കർത്താവെ ഒരു ക്രമീകരണം കൊടുത്താട്ട് എത്രയും പെട്ടെന്ന് തന്നെ കർത്താവെ അതിനുള്ള ക്രമീകരണം അങ്ങ് ചെയ്തു കൊടുത്താട്ട് കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. സേതുക്കുട്ടി വിളിച്ചിരിക്കുന്നു. കൊച്ചുമകൾക്ക് പനി, രാത്രിയിൽ പനിയും വിറയലുമായിരുന്നു. യേശുവിന്റെ നാമത്തിൽ കൊച്ചുമകൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യത്തിൽ ആ കുഞ്ഞിനെ നിറച്ചാട്ട് കർത്താവേ. എല്ലാവിധമായ പീഡകളിൽ ആ കുഞ്ഞിനെ വിടുവിച്ചാട്ട് കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഒരു ശാരീരിക സൗഖ്യം നൽകി കർത്താവേ. ജീവിതത്തിൽ ഉയർന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ. ട്രിവാൻഡ്രത്തുനിന്ന് വിളിച്ചിരിക്കുന്ന മകൾ ലക്ഷ്മിക്കും മകൻ ഉണ്ണിക്കുട്ടനും പനിയാൽ ഭാരപ്പെടുന്നു കർത്താവെ. ആ രണ്ട് പൈതങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ പനി യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ആ ശരീരത്തിൽ വ്യാപരിക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല. മകൾ ലിയയുടെ ഫസ്റ്റ് ഇയർ നഴ്സിംഗിന്റെ എക്സാം തുടങ്ങുന്നു. അതുപോലെ സ്ഥലം വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയ പിതാവേ, ഈ ജീവിതത്തിന്റെ ആവശ്യങ്ങളെല്ലാം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക കൃപയാൽ നിറച്ചാല് ദൈവിക വൈദ്യതയ്ക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ അവരുടെ സ്ഥലം വിൽക്കാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാക്കി നൽകുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ. സന്തോഷം തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്, അപ്പോൾ തന്നെ ഡെങ്കിപ്പനിയാൽ ഭാരപ്പെടുന്നു. യേശു സൗഖ്യമാക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ തികഞ്ഞ സൗഖ്യം ഈ സന്തോഷിന്റെ ഭാര്യയ്ക്ക് ഉണ്ടാകട്ടെ. മാത്രമല്ല കർത്താവേ, സുഖകരമായ ഡെലിവറിയും ആ മകൾക്ക് ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. മാലത്തൊന്ന് ശാന്തം വിളിച്ചിരിക്കുന്നു. മകൾ സൗദിയിലേക്ക് തിരിച്ചു പോകുന്ന യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവ്. ഞങ്ങൾ ഒന്നിച്ച് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം മകളുടെ കൂടെ ഇരിക്കണമേ. യാത്രയിലെല്ലാം സ്ഥാനത്ത് മറച്ചാട്ടലേക്ക് സ്ഥാനത്തെത്തി തുടർന്ന് ജോലിയിലുള്ള എല്ലാം കർത്താവ് ഇതിന്റെ കൃപ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. മറിയാമ്മ ചെങ്ങന്നൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. റോണിക്ക് നല്ല ജോലി ലഭിക്കണം. ചെയ്യുന്ന ജോലിയുടെ ശമ്പളം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരു മകൻ റാഹേലിന് എക്സാം. കർത്താവെ, മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി കൊടുത്ത് നീ അവനെ മാനിച്ചാട്ട് കർത്താവെ. ലഭിക്കാനുള്ള നന്മ യേശുവിന്റെ നാമത്തിൽ അത് ലഭിക്കട്ടെ. പക്ഷെ അതിന്റെ തടസ്സങ്ങളെല്ലാം മാറട്ടെ കർത്താവ്. എക്സാം എഴുതുന്ന മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വിജയം കൊടുത്താട്ടെ, നല്ലൊരു ഭാവി നീ കൊടുത്താട്ടെ കർത്താവ്. അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ.
ജോയി മാവേലിക്കര എന്ന് വിളിച്ചിരിക്കുന്നു കൊച്ചുമോൻ റിയാന്റെ ബർത്ത്ഡേ ആണ്. പ്രാർത്ഥിക്കണം കർത്താവെ, ഞങ്ങളെ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവന്റെ വളർച്ചയെ തിരു സാന്നിധ്യം കൂടിയിരുന്നാട്ടെ. ദൈവകൃപ വഹിക്കുന്നവനായി അവനെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വലിയ കൃപ അവന്റെ മേൽ വ്യാപരിക്കണം. അവന്റെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. പുതുവർഷം നന്മകളാൽ അങ്ങ് നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ദിര ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് ശാരീരികമായി പ്രയാസപ്പെടുന്ന കർത്താവെ, ആ മകളെ ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശാരീരികമായി പ്രയാസപ്പെടുന്നില്ല അപ്പച്ച, യേശുവിന്റെ കാര്യം നിന്റെ മാളിന്റെ മേലെന്ന് വെച്ചാട്ട് ഒരു പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ കർത്താവെ അങ്ങ് കൊടുത്താട്ട് പ്രാർത്ഥനയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ട്രിവാൻഡ്രത്ത് നിന്ന് ശോഭന വിളിച്ചിരിക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ കടന്നു വന്ന് ഭർത്താവ് രാജന് ജോലിയില്ല. പ്രാർത്ഥിക്കുന്നു കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ഹസ്ബൻഡ് രാജന് കർത്താവ് നല്ല ജോലികൾ ലഭിക്കട്ടെ, സ്ഥിര വരുമാനം ഉണ്ടാകട്ടെ, അവരുടെ വരുമാനത്തിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അങ്ങ് മാറ്റി കൊടുക്കണം. ദൈവിക സമാധാനത്താൽ സന്തോഷത്താൽ അങ്ങ് നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. അച്ചാമട്ട് റസൂളെന്ന് വിളിച്ചിരിക്കുന്നു. കൊച്ചുമകൻ ഇമാനുവലിന് ബർത്ത്ഡേ ആണ്. 8 വയസ്സ് തികയുന്നു കർത്താവെ. ആ മകനെ ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിച്ചു പ്രാർത്ഥിക്കും. കഴിഞ്ഞ കാലങ്ങൾ കർത്താവെ അങ്ങ് നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്ന അപ്പച്ച. വരും ദിവസങ്ങൾ കർത്താവെ ഹല്ലേലൂയ അവനെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ, നല്ലൊരു ഭാവി കൊടുത്താട്ടെ, പഠനത്തിൽ കർത്താവെ ഒരു ഉയർച്ച നീ കൊടുത്താട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അതികഠിനമായ പല്ലുവേദന മാറി. പ്രാർത്ഥിച്ച പ്രേയിങ് കേരള കുടുംബത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. 5 സെന്റ് സ്ഥലം വിൽക്കേണ്ടതായിട്ടുണ്ട്. സുലോചന ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നത്. മകൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട്, കൊച്ചുമകൾക്ക് അലർജി. ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. ആ വിഷയത്തിന്റെ മേൽ അങ്ങയുടെ കരം അവർക്കായി നീട്ടും. യേശുവിന്റെ നാമത്തിൽ വലിയ നന്മ ആ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. അവർ പ്രതീക്ഷിക്കുന്നതിൽ ഉയർന്ന വിലയ്ക്ക് ആ വസ്തു വിറ്റുപോകുവാൻ അവിടുന്ന് ഇടയാക്കുക. നന്മ കൊണ്ട് നിറയ്ക്കണം. സാമ്പത്തിക കെടുതികൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. മുളന്തുരുത്തിൽ നിന്നും മോളി വിളിച്ചിരിക്കുന്നു. അമ്മച്ചിക്ക് കാലുവേദനയുണ്ട്, ഒരു വർഷം തളർന്നു പോകാൻ സാധ്യതയുണ്ട് ഡോക്ടേഴ്സ് പറയുന്നു. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയപിതാവേ, അമ്മച്ചിക്ക് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക ബലത്താൽ ആ ശരീരത്തിന്മേൽ നിറച്ചാട്ട് കർത്താവേ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ശരീരത്തിന് വേണ്ട ബലത്തെ നൽകി കർത്താവ് ജീവിതത്തിന് കർത്താവ് വേണ്ട പുനരുദ്ധാരണം നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവെ ഹാലലെ വിധികളെയും ഞങ്ങൾ തള്ളിക്കളയുകയാണ് കർത്താവെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ചൈന വിളിച്ചിരിക്കുന്നു. ബാങ്ക് ലോൺ തിരികെ അടയ്ക്കുവാൻ പറ്റണം, ഭയങ്കരമായ പ്രയാസമാണ് കർത്താവെ. ഞങ്ങൾ ഒന്നിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ലോണുകൾ തിരിച്ചടയ്ക്കുവാൻ തക്കണം കർത്താവെ. ഹാലിൽ വേണ്ട സാമ്പത്തിക നന്മകൾ ആ കുടുംബത്തിനെ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. ദൈവിക സമാധാനത്താൽ ആ കുടുംബത്തെ നിറച്ചാട്ടെ, സ്വസ്ഥത നിറച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. പത്തനംതിട്ടയിൽ നിന്നും വത്സമ്മ വിളിച്ചിരിക്കുന്നു. മകൾ ബെറ്റിക്ക് ശ്വാസമുട്ടൽ ഭാരപ്പെടുന്നു, സൗഖ്യം വേണം. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ബെറ്റിക്ക് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക സാന്നിധ്യത്താൽ നിറച്ചാട്ട് പൂർണ്ണ സൗഖ്യം നൽകിയാട്ടെ കർത്താവ്. ശ്വാസ തടസ്സങ്ങൾ മാറട്ടെ കർത്താവെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ബോസ് വിളിച്ചിരിക്കുന്നു. പനി, ചുമ, ശ്വാസം മുട്ടനാൽ ഭാരപ്പെടുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് ഈ സമയം തന്നെ ദൈവിക സൗഖ്യം അതിന്റെ മേലെ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും പൂർണ്ണമായി സൗഖ്യം വിടുതലും ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. പത്തനാപുരത്ത് നിന്ന് ജിനോബി വിളിച്ചിരിക്കുന്നു. ജിനോബിക്ക് ജോലി ലഭിക്കണം, അതുപോലെ വിവാഹവും നടക്കണം. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയപിതാവെ, ജിനോബിക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക കൃപയിൽ അമാനെ നിറച്ചാട്ട് കർത്താവ്. ദൈവിക നന്മകളെ കാണുവാൻ കർത്താവെ, അനുഭവിക്കുവാൻ ദൈവമേ അമാനെ നീ ഒരുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. ആ ജീവിതത്തിന് വേണ്ട കർത്താവ് വഴികളെ തുറന്ന് അനുഗ്രഹിച്ചാട്ട് കർത്താവെ. ഹല്ലേലൂയ, നല്ലൊരു ജോലി ലഭിക്കട്ടെ കർത്താവെ. ആ ജീവിതത്തിന് കർത്താവ് നല്ലൊരു കർത്താവെ പങ്കാളിയെ നൽകി അനുഗ്രഹിച്ചതിന് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. ബാംഗ്ലൂരിൽ നിന്ന് സോണിയ വിളിച്ചിരിക്കുന്നത്. നേഴ്സിംഗ് എക്സാം വരുന്നു. 20 പേരാണ് ആ ബാച്ചിലുള്ള. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒന്നിച്ച് അമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എക്സാം കർത്താവെ അടുത്ത് വരുന്നില്ല, തിരുസകൃപ കൂടിക്കണം, പഠിക്കാനുള്ള ബുദ്ധി ശക്തിയും കഴിവും കൊടുക്കണം. എക്സാമിൽ നല്ല വിജയം നൽകണമെന്ന് പ്രാർത്ഥിക്കും. കൂടുതലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നിന്റെ കൃപകളിൽ അങ്ങ് പൊതിഞ്ഞ് പരിപാലിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്കൊരു ടെലഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 ആ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് മിനിയാണേ. പറഞ്ഞാട്ടെ. ഡെങ്കിപ്പനി വന്നതിന് ശേഷം എന്റെ ദേഹത്തുണ്ടാകുന്ന വേദനകളും ഇപ്പൊ ജോലി ചെയ്യാൻ പറ്റാത്തതുപോലെയുള്ള ജോയിന് പെയിന് അതൊന്ന് മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഡെങ്കിപ്പനിയുടെ അനന്തരഫലങ്ങളിലൂടെ, ദോഷഫലങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഈ മിനിയുടെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണല്ലോ ഇപ്പോൾ ടെലഫോൺ വന്നിരിക്കുന്നത്. ഇതുപോലെ ധാരാളം ആളുകൾ ഈ പകർച്ചവ്യാധികളുടെ കെടുതികളിലൂടെ കടന്നു പോകുന്നുണ്ട്. സന്ദർഭത്തിൽ കഴിച്ച മരുന്നുകൾ പലർക്കും അലർജിയും മറ്റ് പ്രശ്നങ്ങളുമായിട്ടുണ്ട്. പ്രാർത്ഥന കേരളത്തിൽ ധാരാളം ആളുകൾ രോഗസൗഖ്യത്തിന് വേണ്ടി വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. സന്തോഷത്തിൻ്റെ ഒരു വാർത്ത, യേശു അവരെ സൗഖ്യമാക്കുന്നത് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞു. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആ പ്രിയ സഹോദരൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത്ഭുതകരമായ സൗഖ്യം
യേശുവിൻ നാമത്തിൽ ആ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. റിനി എന്ന ആള് വിളിച്ച് എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിക്ക് നല്ലൊരു ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിച്ചു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. സൂസൻ കുണ്ടറയിൽ നിന്ന് അതികഠിനമായ ചുമ, അലർജിയാൽ ഭാരപ്പെട്ട് ഉറങ്ങാൻ പോലും കഴിയാതിരുന്ന വേളയിലാണ് പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചത്. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ബിന്ദു നമ്മോട് പറയുന്നത് അതികഠിനമായ പനിയും ശരീരവേദനയാലും ആയിരുന്ന വേളയിൽ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞു യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. ഓപ്പറേഷൻ ഒരു കുഴപ്പവും കൂടാതെ ഓപ്പറേഷൻ നടന്നു. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും ശാലിനി പ്രത്യേകം നന്ദി അറിയിച്ചിട്ടുണ്ട്. പ്രേയിങ് കേരളയിൽ പ്രാർത്ഥിച്ചപ്പോൾ വിടുതൽ നമ്പർ 1 കാഴ്ചയുടെ പ്രശ്നം മാറി. നമ്പർ 2 കാലിലെ മുറിവ് കരിയുന്നു. 3 മകന് ജോലി ലഭിച്ചു. 4 തൊഴിൽ അനുഗ്രഹിക്കപ്പെട്ടു. ഡെന്നിസ് എന്ന ആളാണ് നമ്മോട് ഇത് അറിയിച്ചിരിക്കുന്നത്. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. നമുക്ക് ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 പാസ്റ്റർ, ഹലോ, എന്റെ പേര് ബേബി എന്നാണ്. എന്റെ പേര് വേഗം പറഞ്ഞാട്ടെ. ഒരു കുറവില്ല ബ്രദർ. മോക്ക് പ്രാർത്ഥിക്കും. ഓക്കെ, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ മിസ് ബേബിയുടെ മകൾക്ക് തലവേദനയാൽ അതികഠിനമായി ഭാരപ്പെടുന്നു. ആ വ്യക്തി ഇപ്പോൾ തന്നെ നമ്മുടെ കൂടെ ടെലിഫോൺ ലൈനിലുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലവേദനയാൽ അതികഠിനമായി വിഷമിക്കുന്ന ആ മകൾക്കായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ തന്നെ അവൾ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചറിയിക്കുക. ലോകത്തിലെ ഏതു രാജ്യത്തിൽ ഇരിക്കുന്നവർക്ക് പ്രേയിങ് കേരള എന്ന് ഗൂഗിൾ ചെയ്താൽ തീർച്ചയായിട്ടും പ്രാർത്ഥന കേരളത്തിൻ്റെ മറ്റ് ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ആയിരങ്ങൾ പ്രാർത്ഥന കേരളത്തിൽ കൂടെ കർത്താവിനാൽ വിടുവിക്കപ്പെടുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളോടൊപ്പം പ്രാർത്ഥന കേരളത്തിൽ ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോ ദൈവമക്കളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക മാത്രമല്ല, ഓരോരുത്തർക്കും അനുമോദനം അറിയിക്കുന്നു. 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥന കേരളത്തിൽ ശുശ്രൂഷയിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ 2 കരങ്ങളും ഉയർത്തി എവിടെയായിരുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു അവിടെ 2 കരങ്ങളും ഉയർത്തി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഗ്രഹം, മീതെ ആകാശത്തിലെ അനുഗ്രഹങ്ങൾ, കീഴെ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഓരോ വ്യക്തിയുടെ മേല്, ഓരോ കുടുംബത്തിനു മേല്, പ്രാർത്ഥന കേരളത്തിലെ പങ്കാളികൾ എല്ലാവരുടെ മേല് അവിടുന്ന് ഇപ്പോൾ ധാരാളമായി അവിടുന്ന് പകർന്നു കൊടുക്കുക. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. സൗമ്യ ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ റോസ്നയ്ക്ക് ലൂസ് മോഷനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. കർത്താവെ, മകളെ ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച ശാരീരമായ അസ്വസ്ഥതകൾ ഉണ്ടല്ലോ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ അതെല്ലാം വിട്ടു മാറട്ടെ പച്ച. ശരീരത്തിനൊരു ആരോഗ്യം കൊടുത്താട്ട് ഹോസ്പിറ്റലിൽ നിന്ന് എത്രയും വേദന കർത്താവെ ഡിസ്ചാർജ് ചെയ്യാൻ തക്കവണ്ണം കർത്താവ് ഒരു പൂർണ്ണ സൗഖ്യം നിന്റെ മാർക്കും നീ കൊടുത്താട്ട്. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മാവേലിക്കരയിൽ നിന്ന് അന്നമ്മ വിളിച്ചിരിക്കുന്നു. കൊച്ചുമകൾ ശിഖയ്ക്ക് മാത്സിന്റെ എക്സാം നടക്കുന്നു. കുഞ്ഞിന് അത് പ്രയാസമായിട്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കഥാ കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്നു. ആ മകൾ പ്രയാസപ്പെടുന്ന വിഷയത്തെ മേലെ കർത്താവെ ദൈവികമായിട്ട് കർത്താവ് മകൾക്ക് വേണ്ട ജ്ഞാനത്തെ പകർന്നാട്ട് കർത്താവെ നല്ലൊരു വിജയം കുഞ്ഞിന് നൽകിയതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ജെയിംസ് തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഫ്രണ്ട് ജോർജ് ഐസിയുലാണ്. പ്രാർത്ഥിക്കണം കർത്താവെ, ആ ജോർജിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഐസിയുലായിരിക്കുന്നില്ല പക്ഷേ ഒരു പൂർണ്ണ സൗഖ്യം നീ കൊടുത്താട്ട്. എത്രയും വേദന കർത്താവെ ഐസിയു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുവാൻ കർത്താവെ ദൈവത്തിന്റെ കരുണ നിന്റെ മകന്റെ മേലുണ്ടാകട്ടെ. പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ.
ചേച്ചിക്ക് നഴ്സിംഗിന്റെ എക്സാം നടക്കുകയാണ്. അതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് ജിൻസൺ പുല്ലരിക്കുന്നിൽ നിന്ന്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക ജ്ഞാനത്തിൽ ആ മകളെ നിറച്ചാട്ട് കർത്താവെ. ആ എക്സാമിനുള്ള കർത്താവെ നല്ല രീതിയിൽ അപ്പിയർ ചെയ്യുവാൻ ആ മകളെ ഇടയാക്കുമാരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല വിജയം നൽകുമാരണമേ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ശാലിനി ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. നേഴ്സിംഗിന്റെ എക്സാം ആണ്. അവിടെ പഠിക്കുന്നിടത്ത് തന്നെ ജോലി ലഭിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. കർത്താവെ, നിന്റെ മകളെ ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ എക്സാമിന് നല്ലൊരു വിജയം കൊടുത്താട്ട്, അവൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ അവൾക്ക് ഒരു ജോലി കൊടുത്ത് നീ അവളെ അനുഗ്രഹിച്ചാട്ട്. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവനന്തപുരം പൂവാറിൽ നിന്നും പുഷ്പ വിളിച്ചിരിക്കുന്നു. ചേട്ടന്റെയും സഹോദരിയുടെയും കാലിൽ വ്രണമുണ്ട്. അതുപോലെ മരുമകന് ആക്സിഡന്റ് ആയിട്ട് പല്ലിന്റെ ഒരു ഭാഗം പൊട്ടിപ്പോയി ആഹാരം കഴിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു. പ്രിയ പിതാവേ, ആ ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശാരീരിക സൗഖ്യത്തെ നീ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണ സൗഖ്യ ജീവിതത്തിന് നൽകിയതിനായി സ്തോത്രം. കർത്താവ് മകനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആക്സിഡന്റ് എന്ന കർത്താവ് എത്രയും നല്ലൊരു വിമോചനം കർത്താവ് ആ ജീവിതത്തിന്റെ കർത്താവ് നൽകിയതിനായി സ്തോത്രം. കർത്താവ് ആഹാരം കഴിക്കാനുള്ള ശേഷിയാൽ നിറച്ചാട്ട്, യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 ആ പറഞ്ഞാട്ടെ. ഹലോ ഹലോ, ആരാ വിളിക്കുന്നേ? വെള്ളനാട് പിന്നെ ഗിൽബർട്ടാണ്. ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പിന്നെ ഞങ്ങള് സ്ഥിരമായിട്ട് ഇത് കാണാറുള്ള വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഇപ്പം 2-3 ദിവസം കൊണ്ട് ഭയങ്കര തലവേദനയാണ്. വിളിക്കുന്ന ആളുടെ പേരൊന്ന് പറഞ്ഞാട്ട്. ഗിൽബർട്ടാണ്. ഓക്കെ, ഗിൽബർട്ട് പറഞ്ഞാട്ട്. ഗിൽബർട്ട്, അപ്പം എനിക്ക് 2-3 ദിവസം കൊണ്ട് ഭയങ്കര തലവേദന. സാധാരണ തലവേദന വരുമ്പോൾ ഗുളിക കഴിച്ചാൽ മാറുന്നതാണ്. ഇപ്പം 2-3 ദിവസം കൊണ്ട് ഗുളിക കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. ഭയങ്കരമായിട്ട് തലവേദന. നമ്മൾ കുളിച്ചിട്ട് തല തോർത്തുമ്പോഴും പിന്നെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും എല്ലാം ഭയങ്കര പെയിനാണ്. അപ്പൊ ഞാൻ തലയിൽ കൈ വെച്ചിട്ടാണ് ശരിക്കും തുമ്മുന്നത്. ഭയങ്കര പറ്റുന്നില്ല. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ്. ഇപ്പൊ രാവിലെ 6:30 പോകേണ്ടതാണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോകാന്നും പറഞ്ഞാണ് നിൽക്കുന്നത്. സാറിന് ഞങ്ങൾ കാണുന്നതാണ്. ഗിൽബർട്ട്, ഇപ്പൊ തന്നെ ആ ടെലിഫോണിൽ തന്നെ നിന്നാട്ട് യേശുവിൻ്റെ സൗഖ്യം ഇപ്പോൾ തന്നെ താങ്കളുടെ ശരീരത്തിലെത്തും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതികഠിനമായ തലവേദന 3 ദിവസങ്ങളിൽ അനുഭവിക്കുന്ന ഈ പ്രിയ ഈ ജീവിതത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വാഹനം ഓടിക്കാൻ ജോലിക്ക് കയറേണ്ട സമയം അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുമ്പോൾ കർത്താവെ, പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചിട്ട് ജോലിക്ക് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തോടെ യാത്ര ചെയ്യട്ടെ, സൗഖ്യത്തോടെ ജോലിയിൽ പോകട്ടെ, സൗഖ്യത്തോടെ അവൻ കൃതാർത്ഥനായി തീരട്ടെ, ഉയർച്ച തന്നെ അനുഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, താങ്ക് യു ലോർഡ്. യേശുവിനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്നത്തെ പത്രത്തിൽ, ഇംഗ്ലീഷ് പത്രത്തിലാണെങ്കിലും മലയാളം പത്രത്തിലും മനോരമയിലാണെങ്കിലും ബോധഗയയിൽ സ്ഫോടന പരമ്പര, സീരിയൽ ബ്ലാസ്റ്റ് ഹിറ്റ് ബോധഗയ അതികഠിനമായ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ച ഒരു സീരീസ് ഓഫ് ബോംബ് സ്ഫോടനങ്ങളെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യം എല്ലായിടത്തും എല്ലായ്പ്പോഴും സുരക്ഷിതത്വമുള്ള ഒരു മേഖലയായി മാറേണ്ടതിന് ദൈവത്തിന്റെ നിയന്ത്രണം, അനുഗ്രഹം ഈ രാജ്യത്തിന് മേൽ ഉണ്ടാകേണ്ടതിന് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക സംരക്ഷണം ഞങ്ങളുടെ രാജ്യത്ത് ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. എന്റെ കർത്താവിന്റെ അത്ഭുതകരമായ വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ ഈ രാജ്യത്ത് സമസ്ത മേഖലകളിലും വ്യക്തമായി ഉണ്ടാകട്ടെ കർത്താവേ. നിന്റെ സഭ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് അത് ചെയ്യുന്ന ദൈവമാണ്. എന്റെ കർത്താവിന്റെ സംരക്ഷണം എല്ലാവരിലും ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. ട്രിവാൻഡ്രത്ത് ശ്രീകുമാർ വിളിച്ചിരിക്കുന്നത് തലവേദനയാൽ ഭാരപ്പെടുന്നു. അവൻ്റെ മകൾക്ക് കുഞ്ഞുങ്ങളില്ല, അവർ വസ്തു വിൽക്കണം, പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശ്രീകുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിപൂർണമായ സൗഖ്യം ഈ നിമിഷം തന്നെ അദ്ദേഹത്തിന് മേൽ വ്യാപരിക്കട്ടെ. മകളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ നൽകിയ കുടുംബത്തെ അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ സ്ഥലം നല്ല വിലയ്ക്ക് വിറ്റ് പോകുവാൻ തക്കണം ദൈവം സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. അതിര് തർക്കമാണ്. മഴയത്ത് മതിലിടിഞ്ഞു വീണു, അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. പ്രാർത്ഥിക്കണം കർത്താവെ. ആ കുടുംബത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അയൽപക്കകാരുമായിട്ടുള്ള പ്രശ്നം കർത്താവെ യേശുവിന്റെ നാമത്തിൽ കർത്താവെ അത് മാറട്ടെ കർത്താവെ. പിണക്കങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. അവർ സന്തോഷത്തോടെ കർത്താവെ വരും ദിവസങ്ങളിൽ കർത്താവെ ആയിരിക്കാൻ കർത്താവെ ഞങ്ങളുടെ കൃപ ഉണ്ടാകണം. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവല്ല മാത്യു വിളിച്ചിരിക്കുന്നു. കുവൈറ്റിലേക്ക് പോകാൻ തക്കണം ദൈവം വഴി തുറക്കണം പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അവനോട് കൂടിയിരിക്കും.
വ്യാപരിക്കട്ടെ. അനുഗ്രഹിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കും. വിദേഹത്തേക്ക് പോകാൻ തക്കണം കർത്താവ് എല്ലാ വഴിയും വാതിലും അങ്ങ് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. മേരിക്കുട്ടി ട്രിവാൻഡ്രത്ത് വിളിച്ചിരിക്കുന്നു. ഭർത്താവ് ദാസന് 2 ദിവസമായി ചുമയും പനിയുമാണ്. കർത്താവെ ആ ദാസനെ അങ്ങനെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ചുമയും പനിയുമായി ഭാരപ്പെടുന്നില്ല. പക്ഷേ യേശുവിന്റെ കാലം നിന്നെ മാറ്റപ്പെടുന്ന വെച്ചാട്ട് ഒരു പൂർണ്ണ സൗഖ്യം നീ കൊടുത്താട്ട് കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ട്രിവാൻഡ്രം ശ്രീകുമാർ വിളിച്ചിരിക്കുന്നത് തലവേദനയെ ഭാരപ്പെടുന്നു പ്രാർത്ഥിക്കണം. കർത്താവെ ഞങ്ങൾ ഒന്നിച്ച സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ ആ കുടുംബത്തിന്മേൽ വ്യാപരിക്കട്ടെ. പൂർണ്ണ വിടുതൽ അദ്ദേഹത്തിന് മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ലിജോ പത്തനംതിട്ട എന്ന് വിളിച്ചിരിക്കുന്നത് അനിയൻ ലിൻസുവിന്റെ മദ്യപാനം മാറണം. കർത്താവെ മകനെ ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മദ്യപാനത്തിന്റെ ആസക്തി ആ മകളിൽ നിന്ന് വിട്ടുപോട്ടെ. കർത്താവെ അവന്റെ ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ അവൻ രക്ഷയിലേക്ക് കടന്നു വരട്ടെ. പക്ഷേ ആ ദുശ്ശീലം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ പത്രത്തില് എയർ ഇന്ത്യയുടെ ചിറകൊടിക്കുന്നത് ആര് എന്ന ഹെഡിങ്ങില് മനോരമയുടെ 7ാമത്തെ പേജില് ഒരു വാർത്ത തന്നെ വന്നിട്ടുണ്ട്. റിസർച്ച് വേൾഡ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എയർലൈൻ ഇൻഡസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 10,000-കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇന്നത്തെ പത്രത്തില് സാൻ ഫ്രാൻസിസ്കോയില് അമേരിക്കയില് ഒരു എയർലൈൻ ഒരു ബോയിങ് 777 താഴെ വീണ് 2 പേര് മരിച്ച ഒരു വാർത്ത കൂടെ ഇന്നത്തെ പേപ്പറിനകത്ത് വന്നിട്ടുണ്ട്. കേരളത്തിൽ യാത്ര ചെയ്യുന്ന 10,000 അല്ല കോടിക്കണക്കിന് ആളുകൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആ മേഖല പൂർണ്ണമായും സുരക്ഷിതത്വമുള്ളതാകണം. മാത്രമല്ല ഇന്ത്യയിൽ എയർലൈൻ ഇൻഡസ്ട്രി നേരിടുന്ന ഒരുപാട് കെടുതികളുണ്ട്. ഇതിൽ നിന്ന് അവ ഒക്കെ മാറേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യം എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പ്രത്യേകിച്ച് ഞങ്ങൾ എയർലൈൻ ഇൻഡസ്ട്രിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അത് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന കോടിക്കണക്കിന് ജനം ലോക രാജ്യങ്ങളിലുള്ളപ്പോൾ കർത്താവേ, നിന്റെ സാന്നിധ്യത്തിൽ അവരെ മറയ്ക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അതോടൊപ്പം കർത്താവേ, പ്രേയിങ് കേരള കുടുംബത്തിൽ നിന്നൊരു മകൾ സൗദിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളോട് കൂടെ അവിടുന്ന് പോകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ മക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഇന്ന് യാത്ര ചെയ്യുന്ന പ്രേയിങ് കേരളയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞിരിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവേ, അവരുടെ മേൽ അങ്ങയുടെ സംരക്ഷണം അവിടുന്ന് പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, പ്രമോദ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്കറിയാം പാസ്റ്റർ കോയമ്പത്തൂരിൽ നിന്ന് യാത്ര ഡ്രൈവ് ചെയ്ത് വെളുപ്പിനെയാണ് സ്റ്റുഡിയോയിൽ എത്തിയതെന്ന് എനിക്കറിയാം. പക്ഷെ പാസ്റ്റർ മോത്ത ക്ഷീണം കാണുന്നില്ല. പ്രമോദെ, കോയമ്പത്തൂർ മീറ്റിംഗിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യമായിരുന്നു. ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയാണോ നമുക്ക് ക്ഷീണം ഉണ്ടാകത്തില്ല. ചുരുങ്ങി 1-2 മണിക്കൂറുകളായിരിക്കും ഞങ്ങൾ പരമാവധി ഉറങ്ങിയത്. എങ്കിലും യേശുവിന്റെ തേജസ് നമ്മെ ബലത്തിൽ നിന്ന് ബലത്തോടെ. അത് മാത്രമല്ല, ഇന്നലെ അവിടെ നിന്ന് സ്റ്റേ ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ എങ്കിലും പ്രേയിങ് കേരള കുടുംബാംഗങ്ങളെ ഓർക്കുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത്, ഒന്നിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നത് എത്ര സന്തോഷമാണ്. പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നതിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ 135ാമത്തെ ദിവസമാണ്. 135ാമത്തേത്. Today the 135th day of Praying Kerala. Amen. And I tell you, the Lord has been using this program to touch and wipe the tears of several millions of people directly on Harvest TV and even on internet. I pray that the blessings of God shall continue to be with us. And let's walk together. Amen. And work together. Yes. More creatively, more accurately, with more of submission to the Lord, to reach everyone with the compassion, love, and saving power of Jesus. Yes. യേശുവിന്റെ അത്ഭുതകരമായ സാന്നിധ്യവും ശക്തിയും ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ 10,000-ങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ തുടർന്ന് നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. പ്രമോദേ, പാസ്റ്ററെ, ഇന്നത്തെ ദിവസം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് മോളി ആന്റിയും കുടുംബവുമാണ്. അതെ പാസ്റ്ററെ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ ശുശ്രൂഷ ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ, ഇന്ന് മാത്രമല്ല ഇന്റർനെറ്റിലൂടെ പ്രേയിങ് കേരള എന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ It's Our Time TV, YouTube/It's Our Time TV എന്ന് നമ്മൾ ലോഗിൻ ചെയ്താൽ തീർച്ചയായിട്ടും ഏതു സമയത്തും ഏതു രാജ്യത്തിരിക്കുന്നവർക്കും ഈ ശുശ്രൂഷ ലഭ്യമായിരിക്കും. ഇനിയും ഇത് അനേകായിരങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി നിൽക്കും. ആ നിലയിൽ ഞങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തുന്ന, ഞങ്ങളുടെ ചുമലിൽ ഉള്ള
ഭാരം വഹിക്കുവാൻ ഞങ്ങളോടൊപ്പം പ്രിയ മൗളി ആൻറ്റി കുടുംബം കാട്ടിയ ഈ നല്ല മനസ്സിന് ഞങ്ങൾ നന്ദി പറയുന്നു. ചെറുതും വലുതുമായ തുകകൾ അയച്ചു തന്ന് ഈ ശുശ്രൂഷയെ സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ നന്ദി പറയുമ്പോൾ പ്രമോദെ നമുക്കൊരു നിമിഷം നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രേയിങ് കേരള കുടുംബത്തിൽ വരുന്ന 10,000-കണക്കിന് വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസിദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവർ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹീതരാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും അവരുടെ ശരീരത്തിൽ ദൈവത്തിന്റെ ബലവും ധാരാളമായി ഇപ്പോൾ തന്നെ അനുഭവിക്കട്ടെ കർത്താവെ. സാമ്പത്തികമായി ഇല്ലായ്മയിൽ നിന്ന് പോലും കർത്താവെ മക്കൾ ഈ ശുശ്രൂഷയിൽ വിതയ്ക്കുന്നത് അത് നല്ല നിലത്ത് വിതയ്ക്കുന്ന വിത്തായതുകൊണ്ട് അവരുടെ മടിയിൽ കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒരു 100 മേനി വിളയുവാൻ, അവരത് കൊയ്തെടുക്കുവാൻ, അവരുടെ that there be an increase in their account, Lord. അവരുടെ അക്കൗണ്ടിൽ ഒരു വലിയ നിറവുണ്ടാകേണ്ടതിന് ഞങ്ങൾ തിരുവെഴുത്തിൻ പ്രകാരം പ്രാർത്ഥിക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, പാസ്റ്റർ, ഈ 13-ാം തീയതി സാറ്റർഡേ ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെയുള്ള സമയത്ത് നമ്മൾ ഹാർവസ്റ്റ് ടെലിവിഷന്റെ ഓഫീസിൽ ട്രിവാൻഡ്രത്ത് വെച്ചുണ്ട്. പാസ്റ്റർ, ഒരു ഫോൺ വന്നിട്ടുണ്ട്. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക് വരാം. ഹലോ 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 പറഞ്ഞാട്ട്. ഹലോ മാസ്റ്റർ, രാജു വർഗീസ് ആണ്, അമേരിക്കയിൽ നിന്നാണ് വിളിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് ആരാണിത് വിളിക്കുന്നത്? രാജു വർഗീസ്. ഞാൻ നേരത്തെ ഒന്ന് വിളിച്ചിട്ടുള്ളതാ. പറഞ്ഞാട്ട് സാറേ. മകളുടെ വിവാഹ വാർഷികമായിരുന്നു ഇന്ന്. ആരുടെ? മകളുടെ. ഓക്കെ. എത്രാമത്തെ വിവാഹ വാർഷികമാ? 9ാമത്തെ. മകളുടെ 9ാമത്തെ വിവാഹ വാർഷികമാണ് ഈ കുടുംബം ആഘോഷിക്കുന്നത്. പറഞ്ഞാട്ട് സാറേ. അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. അതുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. ഓക്കെ. നേരത്തെ ഞാൻ വിളിച്ചിട്ടുള്ളതാണ്. മിസ്റ്റർ രാജു വർഗീസ്, ഏത് സ്ഥലത്തുനിന്ന് വിളിക്കുന്നത്? ഇവിടെ ധാരാളം കോളുകൾ വരുന്നത് കൊണ്ട് എല്ലായ്പ്പോഴും സ്ഥലം പ്രത്യേകിച്ച് ഓർത്തിരിക്കണമെന്നില്ല. അമേരിക്കയിലെ ഫിലദൽഫിയ എന്ന സ്റ്റേറ്റിൽ നിന്നാണ് ഈ പ്രിയപ്പെട്ട മിസ്റ്റർ രാജു വർഗീസ് എന്ന ആള്, ആ പ്രിയ പിതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. അമേരിക്കയിൽ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ധാരാളം ആളുകൾ, കാനഡയിലെ ഒരുപാട് ആളുകൾ ഈ പ്രാർത്ഥനാ കേരളത്തിൽ അവർ ചിലർ വിളിച്ചു പറയും, ഞങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. പകല് ജോലി കഴിഞ്ഞ് വളരെ ക്ലേശങ്ങൾ കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയം പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും ഉറങ്ങാൻ കഴിയുന്നത് അടുത്ത ദിവസം എഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ ബലത്തോടെ ജീവനോടെ എഴുന്നേൽക്കുന്നത് എന്ന് പലരുടെ സാക്ഷ്യങ്ങൾ പറയുന്നത് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന കേരളത്തിലുള്ള പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ ഏതു രാജ്യത്തായിരിക്കുന്നെങ്കിലും തീർച്ചയായിട്ടും അവരെ ഇന്ന് തന്നെ വിവരം അറിയിക്കണം. പ്രേയിങ് കേരള, പ്രാർത്ഥന കേരളം എന്ന ഈ ശുശ്രൂഷയിൽ അവർ പങ്കെടുക്കുവാൻ ഇന്റർനെറ്റിലൂടെ എവിടെ ഇരുന്നാലും പങ്കെടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല പ്രമോദേ, കഴിഞ്ഞ ദിവസം ഹാർവസ്റ്റ് ടിവിയുടെ MD-യുമായിട്ട് മിസ്റ്റർ വിവി ജോർജ് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഈ മാസം അവസാനിക്കുമ്പോഴേക്കും ഹാർവസ്റ്റ് TV സാറ്റലൈറ്റ് നെറ്റ്വർക്കിലേക്ക് മാറുക, ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക്. ദാറ്റ് മീൻസ് എവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഏത് തരത്തിലുള്ളതായ സംവിധാനങ്ങളാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിലും 83 രാജ്യങ്ങളിൽ ഈ ശുശ്രൂഷ തത്സമയം ലഭിക്കുന്നതായിരിക്കും. നമുക്ക് തീർച്ചയായിട്ടും ഹാർവസ്റ്റ് ടിവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കറിയാം മാധ്യമ രംഗത്ത് എല്ലാ കാര്യങ്ങളും ധാരാളം ചിലവുള്ള കാര്യങ്ങളും വളരെയധികം പണം അവർക്ക് അതിന്റെ പിറകിൽ ആവശ്യമുണ്ട്. അതിനോടനുബന്ധിച്ച് ഇവിടെ വലിയ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഒന്നും തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ചു കൂട്ടായിട്ട് ഈ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. 7 മണിക്ക് ശേഷം താങ്കളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ പ്രേരിപ്പിക്കുന്ന നല്ല പ്രേരണ ഞങ്ങളെ വിളിച്ച് സംസാരിക്കണം. ഇപ്പോൾ നമുക്ക്
ഒൻപതാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ആ കുടുംബത്തിന് വേണ്ടി ഉള്ളത് ആ പ്രിയപ്പെട്ട മകളുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. മിസ്റ്റർ രാജു വർഗീസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, പ്രത്യേകിച്ച് 9ാമത്തെ വിവാഹ വാർഷികത്തിലേക്ക് കയറിയ മകളെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 9 വർഷങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവർ വിഷമിക്കുമ്പോൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ അത്ഭുതകരം ഇപ്പോൾ അവരുടെ മേൽ വായിക്കണം. യേശുവിന്റെ വലിയ നന്മ അവർ അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹാർവസ്റ്റ് ടിവി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഡിവൈൻ എക്സ്പാൻഷൻ സംഭവിക്കട്ടെ, ദൈവികമായ വികസനം സംഭവിക്കട്ടെ, ആവശ്യമായ റിസോഴ്സസ് അവർക്ക് ഉണ്ടാകട്ടെ. പ്രേയിങ് കേരളയിൽ ആവശ്യമായ റിസോഴ്സസ് ഉണ്ടാകട്ടെ, ആവശ്യമായ വിഭവങ്ങൾ യേശുവിൻ നാമത്തിൽ ഇവിടെ അവിടെ ഉണ്ടാകട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കും യേശുവിൻ നാമത്തിൽ പിതാവേ. 13-ാം തീയതി ഈ വരുന്ന സാറ്റർഡേ ട്രിവാൻഡ്രത്ത് വെച്ച് നമ്മൾ കൂടുന്നുണ്ട്. 13-ാം തീയതി ഈ വരുന്ന ശനിയാഴ്ച തീർച്ചയായിട്ടും പ്രാർത്ഥന കേരളത്തിലെ ടീം അംഗങ്ങൾ ഹാർവസ്റ്റ് ടിവിയുടെ ഓഫീസിൽ ഉണ്ടാകും. നമ്മൾ വിശാലമായൊരു മീറ്റിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്. വരുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും സമയമെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വിടുതൽ അവരിൽ സംഭവിക്കണം. അരമണിക്കൂറിനുള്ളിൽ ആ ആളിന് തിരിച്ചു വീട്ടിലേക്ക് പോകാം. അതെ പാസ്റ്റർ, അപ്പോൾ തന്നെ 19-ാം തീയതി ഫ്രൈഡേ, ഈ വരുന്ന 19-ാം തീയതി ഫ്രൈഡേ YMCA എറണാകുളം YMCAയിൽ വെച്ചും 10 മണി മുതൽ 1:30 മണി വരെയുള്ള സമയത്ത് നമ്മൾ എറണാകുളത്തുള്ള കുടുംബം എറണാകുളത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രാർത്ഥന. ഒരുപാട് ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വെളുപ്പിനെ ആയതുകൊണ്ട് കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രേയിങ് കേരള കുടുംബാംഗങ്ങളെ കാണേണ്ടതിന്, അവരോട് ഒന്നിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് തീർച്ചയായിട്ടും 19-ാം തീയതി, ദാറ്റ് മീൻസ് ഫ്രൈഡേ, നെക്സ്റ്റ് ഫ്രൈഡേ, അടുത്ത ഈ ജൂലൈ മാസം 19-ാം തീയതി ഫ്രൈഡേയിൽ നമ്മൾ എറണാകുളം YMCAയിൽ രാവിലെ 10 മുതൽ 1 മണി വരെയുള്ള സമയത്ത്, ഈ ശനിയാഴ്ച ദാറ്റ് ഈസ് 13th ജൂലൈ 13 ജൂലൈയിൽ ഹാർവസ്റ്റ് ടിവിയുടെ ഓഫീസിൽ നമ്മൾ ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ആരും ടോക്കൺ എടുക്കേണ്ട, അങ്ങനെ ഒരു സംവിധാനമേ വേണ്ട. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഹാർവസ്റ്റ് ടിവിയുടെ ഓഫീസിൽ നമ്മൾ 2 മണി മുതൽ 6 മണി വരെ ആയിരിക്കും. എത്ര പേര് വന്നാലും ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോവുകയുള്ളൂ. ഒരു കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ പ്രിയമുള്ളവരെ, യേശു നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്നത് കാണണം. ഇൻ ജീസസ് യു ഹാവ് എ ഫ്യൂച്ചർ. In Jesus you have a bright future. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. പാസ്റ്ററെ, ഈ മാസം 25, 26, 27 ദിവസങ്ങളിൽ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരിക്കും രാവിലെ 10 മുതൽ 12 മണി വരെ. പ്രമോദേ, ജൂലൈ മാസം എന്ന് പറയുന്നത് എബ്രായ കലണ്ടർ അനുസരിച്ച് 7ാമത്തെ മാസം വെളിപ്പാടുകളുടെ മറഞ്ഞിരിക്കുന്നതിനെ വെളിപ്പെടുത്തി കിട്ടുന്ന സമയമാണ്. അപ്പോൾ ജൂലൈയിൽ എന്തെല്ലാം പ്രോഗ്രാംസാണ്? 13-ാം തീയതി തിരുവനന്തപുരത്ത്, 19-ാം തീയതി എറണാകുളത്ത്. മാത്രമല്ല ഹാർവസ്റ്റ് ടിവിയിലൂടെ ലോക ചരിത്രത്തിൽ ആദ്യം ഇന്നു വരെ സംഭവിച്ചിട്ടില്ല 25, 26, 27 രാവിലെ 10 മുതൽ 12 വരെ ഉപവാസ പ്രാർത്ഥനയുണ്ടായിരിക്കും. കൃപാവരങ്ങളുടെ ശുശ്രൂഷ, രോഗികൾ സൗഖ്യമാകുക മാത്രമല്ല പ്രവചനാത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് തന്റെ സാന്നിധ്യം വളരെ ശക്തമായി നമ്മുടെ മേൽ പകർന്നു തരും. അവധി ക്രമീകരിക്കേണ്ടവർ അവധി നേരത്തെ ക്രമീകരിക്കുക. ഹാഫ് ഡേ അവധി എടുത്താൽ പ്രയറിന് ശേഷം ജോലി സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. ജൂലൈ 25, 26, 27 10 മുതൽ 12 വരെയുള്ള സമയത്ത് ഉപവാസ പ്രാർത്ഥന. ഞങ്ങളോടൊപ്പം പ്രാർത്ഥന കേരളത്തോടൊപ്പം നമുക്ക് ഒന്നിച്ച് ലോകരാജ്യങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ വലിയ മഹത്വം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ചേർന്ന് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ പത്രത്തിൽ മഴ ഉള്ളത് കൊണ്ട് ഭക്ഷ്യവില കുറയും എന്ന് ഒരു ഹെഡിങ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. ഇന്ത്യയിൽ ഭക്ഷണത്തിന്റെ വില, ഭക്ഷ്യസാധനങ്ങളുടെ വില വളരെയധികമായി കൂടി. ഇത് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിലും ഉപരിയാ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവിക സമൃദ്ധി എല്ലായിടത്തും ഉണ്ടാകേണ്ടതിന്, ഭക്ഷ്യ സുരക്ഷ എല്ലാവരുടെ മേലും ഉണ്ടാകേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യം സമ്പൽ സമൃദ്ധമായി തീരട്ടെ. ആത്മീയമായ എല്ലാ നിലവാരത്തിലും ഒരു വലിയ കുതിച്ച് ഉയർപ്പ് ഈ രാജ്യത്തുണ്ടാകട്ടെ. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവേ. കുമളിയിൽ നിന്നും നിമ്മി വിളിച്ചിരിക്കുന്നു. ഭർത്താവ് മദ്യപാനയാണ്. വീട്ടിൽ നിന്നും
നിമ്മിയെ ഇറക്കി വിട്ടു. അതുപോലെ ബന്ധുക്കളും എല്ലാം കൈവിട്ടു. ഈ സാഹചര്യത്തിൽ റോഡിലായിരിക്കുമ്പോഴാണ് നിമ്മി ഈ പ്രേയറിൽ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പ്രിയ പിതാവേ, നിമ്മിക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവിക കൃപയിൽ മകളെ നിറച്ചാട്ട് കർത്താവെ, ദൈവിക വിടുതൽ കർത്താവ് ജീവിതത്തിന് നൽകുമാറാകണമേ. അവരുടെ കുടുംബത്തിൽ ദൈവിക സമാധാനം ഉണ്ടാവട്ടെ. കർത്താവെ, ദൈവിക ഐക്യമത്യം ഉണ്ടാവട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. മൂത്തമ്മ ജോഷിന്റെ തലയിൽ തേങ്ങ വീണ് നിസ്സാരമായ പരുക്കളുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് ബിന്ദു വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ചിപ്പോൾ ജോഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം അതിന്മേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ചേർന്ന് എല്ലാവരും എഴുന്നേറ്റ് രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് നാം യേശു നാം യേശു നാം യേശു നാം. പ്രാർത്ഥന കേരളത്തിൽ ഈ ശുശ്രൂഷയില് ലോകത്തിന് അനേക രാജ്യങ്ങളിൽ ഭാഷ വ്യത്യാസമില്ലാതെ ആയിരങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു. അനേകർ ആയിരങ്ങളുടെ കണ്ണുനീർ യേശു തുടയ്ക്കുന്നു. അനേക മദ്യപാനത്തിൽ തകർന്ന കുടുംബങ്ങൾ, സാമ്പത്തിക കെടുതിയിലെ കടഭാരങ്ങൾ, ആത്മഹത്യയുടെ വക്കിലായിരുന്ന അനേക ജീവിതങ്ങൾ യേശുവിനാൽ ജീവിതം ഉദ്ധരിക്കപ്പെടുന്നത് കാണാൻ കഴിയുന്നു. തീർച്ചയായിട്ടും ഇത് യേശുവിന്റെ പ്രവൃത്തിയാകയാൽ എല്ലാ പ്രഭാതത്തിലും നേരത്തെ തന്നെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നിച്ച് പ്രേയിങ് കേരള, പ്രാർത്ഥിക്കുന്ന കേരളം ഉളവായി വരട്ടെ. നാളെ രാവിലെ വീണ്ടും നമ്മൾ കാണുന്നത് വരെയും കർത്താവിന്റെ കൃപയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. ദൈവത്തിന്റെ വചനം വായിക്കണം. നമ്മൾ രാവിലെ പഠിച്ച വചനം, നമ്മൾ ജനിച്ചിരിക്കുന്നത് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പോകുവാനാണ്. വി ആർ ബോൺ ടു ഗോ ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. ഇനി താഴ്ചയല്ല, അധപ്പതനമല്ല, രോഗാവസ്ഥയിൽ നശിക്കുകയല്ല. യേശുവിനാൽ മീതെ ഉയർന്ന അനുഭവത്തിൽ ദൈവം താങ്കളെ എത്തിക്കുന്നത് താങ്കൾക്ക് അനുഭവിപ്പാൻ കഴിയും. ശരീരത്തിൽ രോഗമുള്ള പ്രിയമുള്ളവർ, രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെച്ചാണ് ഒന്ന് മാത്രം ഞങ്ങൾക്ക് പറയുവാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ആ ദൈവശക്തിയാൽ കർത്താവ് ഞങ്ങളെ നിറച്ചു. ലോകത്തിന് അനേക രാജ്യങ്ങളിൽ ആയിരങ്ങൾ വിടുവിക്കപ്പെട്ട് ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. കഴിഞ്ഞ അനേക വർഷങ്ങളായി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് പകൽ സൗഖ്യമില്ലാതിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഏതുതരം രോഗമാണെങ്കിലും, അത് ക്യാൻസർ ആകട്ടെ, ട്യൂമർ ആകട്ടെ, ലിവർ കംപ്ലൈന്റ് ആകട്ടെ, കുടലിലെ വിഷയങ്ങളാകട്ടെ, വയറിലെ വിഷയങ്ങളാകട്ടെ, യൂട്രസിലെ വിഷയങ്ങളാകട്ടെ, കർത്താവ് കിഡ്നിയിലെ പ്രയാസങ്ങളാകട്ടെ, അസ്ഥി സംബന്ധമായ രോഗങ്ങളാകട്ടെ, എന്തും ആണെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ അദൃശ്യമായ കരം തൊട്ട് അവരെ ഇപ്പോൾ സൗഖ്യമാക്കും. യേശുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രിയ പിതാവേ, യേശു ചെയ്ത വിടുതൽ 7 മണിക്ക് ശേഷം വിളിച്ചു പറയണം. ഇപ്പോൾ വന്ന ഒരു 90-ലധികം പ്രാർത്ഥന വിഷയങ്ങളെങ്കിലും ഇത് എൻ്റെ പക്കൽ ഉണ്ടാകും. എല്ലാം പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മക്കൾ ചേർന്ന് പ്രാർത്ഥിക്കും. യേശു അത്ഭുതം പ്രവർത്തിക്കും. എന്നോട് ചേർന്ന് കരങ്ങളെ സ്ക്രീനിൽ വരെ കാണുന്നുണ്ടല്ലോ, ചേർന്ന് പ്രാർത്ഥിച്ച് യേശുവേ, ഈ വിഷയങ്ങളിൽ വിലപിക്കുന്ന ആ ജീവിതങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ കരം അവരുടെ മേൽ നീട്ടും. യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ ബലം, യേശുവിൻ്റെ ഭാവി ഇപ്പോൾ ഇവരിൽ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ജീവിതങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇന്നത്തെ പ്രവൃത്തി ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. ബിസിനസ് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. ജോലികൾ എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. യാത്രകൾ എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ മുഖം ഓരോരുത്തരുടെ മേലും പ്രസാദിക്കട്ടെ. Lord, I pray that your face will shine on everyone, Lord. Let everyone prosper in Jesus' mighty name. In Jesus' name. Let's all lift our holy hands to the Lord. ഇന്ന് ബർത്ത്ഡേസ് ഉള്ളവരുണ്ട്, വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കുന്നവരുണ്ട്. എല്ലാവരുടെ മേലും പ്രേയിങ് കേരള അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. അനേക ദീർഘായുസ്സും ആരോഗ്യമുള്ള വർഷങ്ങളാൽ ദൈവം പ്രേയിങ് കേരള കുടുംബാംഗങ്ങളെ ലോകരാജ്യങ്ങൾ നിറയ്ക്കട്ടെ. ആരോഗ്യത്തോടെ യേശുവിനോട് നിൽക്കുവാൻ എല്ലാവർക്കും ഇടയായി തീരട്ടെ. യേശുവിൽ നമുക്ക് ശുഭഭാവിയുണ്ട്. ഇൻ ജീസസ് യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നല്ലവൻ ഉയർത്തി